ഇനി നമ്മൾ 21ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ 21ാമത്തെ ചോദ്യം നമുക്ക് കോംപ്ലക്സ് നമ്പറിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. സോ അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫയും ബീറ്റയും തന്നിട്ടുണ്ട്. ആൽഫ ബീറ്റ നമുക്ക് കാണുമ്പോഴേ അറിയാം. ആൽഫ എന്ന് പറയുന്നത് ഒമേഗയാണ്, ബീറ്റ എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ ആണ്. ദെൻ നമുക്കറിയാം ഒമേഗ ക്യൂബിൻ്റെ വാല്യൂ 1 ആണ്. 1 + ഒമേഗ സ്ക്വയർ നമുക്ക് 0യുമാണ്. ഓക്കെ, അപ്പം ദെൻ ഇവിടുന്ന് ഒമേഗ + ഒമേഗ സ്ക്വയർ നമുക്ക് -1 എന്ന് എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചേക്കാം. ഓക്കെ, റെഡിയാണോ മക്കളെ? നെക്സ്റ്റ്, ഇനി ഇവിടെ നമുക്ക് ഈ ഒരു സീരീസിൻ്റെ വാല്യൂ m⁻10 ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒറ്റയടിക്ക് ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്. നമുക്കിത് ഇതിൻ്റെ വാല്യൂ മാത്രം വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. 14 + 7 ആൽഫയ്ക്ക് പകരം ഒമേഗ കൊടുക്കുന്നു, ബീറ്റയ്ക്ക് പകരം നമ്മൾ ഒമേഗ സ്ക്വയർ കൊടുക്കുന്നു. ദെൻ നമുക്ക് ⁻20 കൊടുത്താൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് 14 ദെൻ +7 നമ്മൾക്ക് കോമൺ ആയിട്ട് എടുത്താൽ ഒമേഗ + ഒമേഗ സ്ക്വയർ വരും. ദെൻ ⁻20. സോ 14 + 7 × -1 വരും. ഒമേഗ + ഒമേഗ സ്ക്വയർ 20. സോ നമുക്ക് 14 - 7 ⁻20 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 7⁻20 എന്ന് വരും. 7⁻20 എന്ന് പറയുമ്പോഴത്തേക്കിന് 7 സ്ക്വയർ ⁻10 എന്ന് നമുക്ക് എഴുതാം. 7 സ്ക്വയർ ⁻10 എഴുതാം. ദാറ്റ് ഈസ് 49 ⁻10 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദാറ്റ്സ് ഓക്കെ, റെഡി? അപ്പോൾ ഈ ഒരു വാല്യൂ ആണ് ഞാനിപ്പം എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ 3 എണ്ണത്തിൻ്റെയും കൂടെ വാല്യൂ കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. റെഡിയാണല്ലോ? അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു വാല്യൂനെ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകണേ. ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ എടുക്കുകയാണ്. റെഡി? ടി എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു വാല്യൂനെ എടുക്കുകയാണ്. അതെന്ത് വരുന്നു? 9 + 7 ആൽഫ - 7 ബീറ്റ. റെഡി? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആൽഫ ബീറ്റയൊക്കെ മാറ്റി 9 + 7 ഒമേഗ - 7 ഒമേഗ സ്ക്വയർ ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം? നമ്മുടെ ഫസ്റ്റ് ടൈം ഒന്ന് നോക്കിക്കാം മക്കളെ. ഫസ്റ്റ് ടൈം ഇതായിരുന്നു. ഈ ഫസ്റ്റ് ടൈമിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒമേഗ സ്ക്വയർ ഇട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. ഫസ്റ്റ് ടൈം എന്തുവായിരുന്നു? ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 7 - 7 ഒമേഗ + 9 ഒമേഗ സ്ക്വയർ അല്ലേ? അത് തന്നെയല്ലേ? യെസ്, അതിനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ബൈ ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ വിത്ത് ഒമേഗ സ്ക്വയർ. ഓക്കെ, വിത്ത് ഒമേഗ സ്ക്വയർ. സോ ഇപ്പോൾ ഒമേഗ സ്ക്വയർ കൊണ്ട് ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മൾട്ടിപ്ലൈ ടി, നമുക്ക് ടീനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, മൾട്ടിപ്ലൈ ടി വിത്ത് ഒമേഗ സ്ക്വയർ. ഈ ടീനെ ഞാൻ ഒമേഗ സ്ക്വയറിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുവാണേ. സോ ഒമേഗ സ്ക്വയർ × 9 + 7 ഒമേഗ - 7 ഒമേഗ സ്ക്വയർ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 9 ഒമേഗ സ്ക്വയർ 7 ഒമേഗ ക്യൂബ് -7 ഒമേഗ ⁻4 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് 9 ഒമേഗ സ്ക്വയർ 7 ഒമേഗ ക്യൂബ് 7 ആണ്. ഇത് -7 ഒമേഗ എന്ന് വരും. ശരിക്കും പറഞ്ഞാൽ ഇത് 7 - 7 ഒമേഗ + 9 ഒമേഗ സ്ക്വയർ എന്ന് തന്നെ കിട്ടി. അതായത് ഈ സാധനം തന്നെയായിരിക്കും നമ്മൾ ഇതിനെ നമ്മൾ ഒമേഗ സ്ക്വയറിന് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് തന്നെ കിട്ടുന്നത്. ഇത് നമുക്ക് ഇതിനോട് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്ത് പറയാനായിട്ട് പറ്റും. റെഡിയാണോ മക്കളെ? ഓക്കെ, സോ അപ്പോൾ അതാണ് ഇവിടുത്തെ ആ ലോജിക്ക് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അതാണ്. ഓക്കെ, സോ അപ്പം ഞാൻ നമ്മുടെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇതല്ലേ? സോ ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇത് ⁻20 എന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒമേഗ സ്ക്വയർ 9 + 7 ഒമേഗ - 7 ഒമേഗ സ്ക്വയർ ⁻20 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ⁻40 9 + 7 ഒമേഗ - 7 ഒമേഗ സ്ക്വയർ ⁻20 നമുക്ക് എഴുതാം. ഓക്കെ, അത് നമ്മൾ എഴുതി. ഇനി ഞാൻ അടുത്തത്, അപ്പോൾ നമുക്ക് അത് രണ്ടും ഓക്കെ ആയി കിട്ടി. ഇത് രണ്ടും സെറ്റാണ്. ഇനി നമുക്ക് തേർഡ് ടൈമിനെ ഞാൻ എടുക്കുകയാണ്. -7 9 ആൽഫ + 7 ബീറ്റ. ഓക്കെ, തേർഡ് ടൈം ഞാൻ എടുക്കുകയാണ്. തേർഡ് ടൈം എന്ന് പറഞ്ഞാൽ -7 + 9 ഒമേഗ + 7 ഒമേഗ സ്ക്വയർ. സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്ലൈ ടി വിത്ത് ഒമേഗ വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു ടീനെ. സോ ഒമേഗ 9 + 7 ഒമേഗ - 7 ഒമേഗ സ്ക്വയർ. സോ നമുക്ക് 9 ഒമേഗ + 7 ഒമേഗ സ്ക്വയർ - 7 ഒമേഗ ക്യൂബ് എന്ന് വരും. സോ ഇവിടെ 9 ഒമേഗ + 7 ഒമേഗ സ്ക്വയർ -7 എന്ന് കിട്ടും. എടാ, ആ സാധനം തന്നെയല്ലേ നമുക്ക് ദാണ്ട് ഈ കിടക്കുന്നത്? -7 9 ഒമേഗ 7 ഒമേഗ സ്ക്വയർ അല്ലേ? നോക്കിയേ, ക്ലിയർ ആണോ? നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലേ? സോ തേർഡ് ടൈമിൽ ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് നോക്കിക്കേ, ഇവിടെ അടുത്തത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഞാനത് -7 + 9 ഒമേഗ
പ്ലസ് 7 ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 20 എന്ന് എഴുതുവാണ്. ഓക്കെ, യെസ്, 9 ഒമേഗ 7 ഒമേഗ സ്ക്വയർ, യെസ് കറക്റ്റാണ്. ഹോൾ റേസ് ടു 20 എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇത് നമുക്ക് ഇക്വലൻ്റ് ആയിട്ട് എന്താ എഴുതാം? ഒമേഗ ഇൻറ്റു 9 പ്ലസ് 7 ഒമേഗ മൈനസ് 7 ഒമേഗ സ്ക്വയർ ഹോൾ റേസ് 20 എന്ന് എഴുതാം. സോ ഇവിടെ ഒമേഗ റേസ് 20 then 9 പ്ലസ് 7 ഒമേഗ മൈനസ് 7 ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 20 എന്ന് എഴുതാം. നമുക്ക് റെഡിയാണല്ലോ. സോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ റേസ് ടു 40 then t റേസ് ടു 20 then പ്ലസ് t റേസ് ടു 20 പ്ലസ് ഒമേഗ റേസ് ടു 20 then t റേസ് ടു 20 എന്ന് എഴുതാം. ഓക്കെ, സോ മക്കളെ ഇവിടെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ നിന്നെല്ലാം ടി റേസ് 20 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഒമേഗ റേസ് ടു 40 പ്ലസ് 1 പ്ലസ് ഒമേഗ റേസ് ടു 20 എന്ന് വരും. ടി റേസ് 20 ദെൻ ഒമേഗ റേസ് ടു 40 എന്ന് പറഞ്ഞാൽ ഒമേഗ റേസ് ടു 39 ഇൻറ്റു ഒമേഗ 39. ഒമേഗ റേസ് ടു 39 എന്താണ്? 3ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് 1 ആണ്. സോ ഇത് നമുക്ക് ഒമേഗ കിട്ടും, ഇത് 1 കിട്ടും. ദെൻ ഒമേഗ റേസ് ടു 18 ദെൻ ഒമേഗ സ്ക്വയർ. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് 0 ആയി പോകും. സോ അപ്പോൾ നമുക്ക് ഇത്രയും വാല്യൂസ് എന്തായി പോയി മക്കളെ? 0 ആയിപ്പോയി. ദെൻ ഇത് മാത്രമേ നമുക്ക് അവശേഷിക്കത്തുള്ളൂ. അതിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു. 49 ഹോൾ റേസ് ടു 10 എന്ന് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. സോ 49 ഹോൾ റേസ് ടു 10 ഈക്വൽ ടു എം റേസ് ടു 10. സോ എമ്മിൻ്റെ വാല്യൂ നമുക്ക് എത്ര എഴുതാം? 49 എന്ന് എഴുതാം. അത്രയേ ഉള്ളൂ കാര്യം. റെഡി?